ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനൊരു കാര്യം പറഞ്ഞ അത് ശ്യാമ ചെയ്യോ? എന്താ? ഇത്രയും കാലം ഐശ്വര്യ ചെയ്യുന്ന വൃത്തികേടെല്ലാം അറിഞ്ഞിട്ടും ശ്യാമ അവളുടെ മുന്നിൽ തല കുനിച്ചു നിന്നില്ലേ? ധൈര്യമുണ്ടോ ഐശ്വര്യയുടെ മുന്നിൽ തല ഉയർത്താൻ? അവളുടെ നേരെ കൈ ചൂണ്ടി സംസാരിക്കാൻ? ശ്യാമയുടെ ജീവിതത്തിൽ ഇനി ഐശ്വര്യക്ക് സ്ഥാനമില്ലെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ? രാധിക മോളുടെ മുന്നിലല്ലേ അമ്മയായിട്ട് പ്രത്യക്ഷപ്പെടാൻ തടസ്സമുള്ളൂ. പക്ഷേ ഐശ്വര്യയുടെ മുന്നിലാകാലോ. പറഞ്ഞു കൊടുക്കണം ശ്യാമേ, ഇത്രയും കാലം ഫിദയുടെ വേഷത്തിൽ അവളെ സംരക്ഷിച്ചിരുന്നത് ശ്യാമയാണെന്ന്. അതെന്തായാലും ഐശ്വര്യ പ്രതീക്ഷിക്കില്ല. ശ്യാമയെന്ന് മനസ്സിലാക്കുന്ന ആ ദിവസം ഐശ്വര്യക്ക് മനസ്സിലാകും ശ്യാമ എന്ന അമ്മ എത്ര ദൂരം സഞ്ചരിച്ചെന്ന്. പിന്നെ അവള് പടിയിറങ്ങിക്കോളും. ഞാൻ തീരുമാനിച്ചെടുത്തേ, ഇനി ഐശ്വര്യയുടെ വിലപേശലിന് രാധിക മോളെ നിർത്തിക്കൊടുക്കാൻ നമുക്ക് പറ്റില്ല. ഐശ്വര്യടുത്തി എന്നേക്കുമായിട്ട് നമുക്കിടയിൽ നിന്ന് പോണം. ചിലപ്പോ ഒരവസാന ശ്രമം എന്ന നിലയ്ക്ക് രാധിക മോളുടെ മുമ്പില് ഞാനാണ് അവളുടെ പെറ്റമെന്ന് ഐശ്വര്യ വിളിച്ചു പറയുമായിരിക്കും. പറയട്ടെ, എല്ലാം തിരിച്ചറിയുമ്പോ രാധിക മോൾ എന്നിൽ നിന്ന് അകലാൻ തീരുമാനിച്ചാലും ഒരു വ്രതം പോലെ ഞാൻ കാത്തിരിക്കും. എന്റെ മോൾ എന്നിലേക്ക് വരുന്നവരെ. അതിന്റെ ഒന്നും ആവശ്യം വരില്ല ശ്യാമേ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സത്യം അമ്മ എന്ന വാക്കാ. ആ വാക്കിന് അങ്ങനെ തോൽവി ഉണ്ടാവില്ല. ദൈവത്തിന്റെ കരുതല് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് അമ്മയോടാ. ശ്യാമയ്ക്ക് കരയേണ്ടി വരില്ല, അതെനിക്ക് ഉറപ്പാ. ഈ ലോകം ആരാധിക്കുന്ന ഗായികയാണ് സ്വന്തം അമ്മയെന്നറിഞ്ഞ ആദ്യം ഒന്ന് പരിഭ്രമിച്ചാലും രാധിക മോൾക്ക് നിന്റെ നെഞ്ചിലേക്ക് ഒഴുകി എത്തിയേ പറ്റൂ. താങ്ക്സ് എടുത്തേ, ഇങ്ങനൊരു തീരുമാനം എന്നെ കൊണ്ടെടുപ്പിച്ചതിന്. എന്റെ മോൾക്ക് വേണ്ടി ഇതിനേക്കാളും നല്ലൊരു കാര്യം എനിക്ക് ചെയ്യാനില്ല. എന്റെ മോൾ എന്നിലേക്ക് തിരിച്ചു വന്ന ഐശ്വര്യയെ മാന്യമായിട്ട് യാത്രയക്കണമെന്നാണ് ഞാൻ തീരുമാനിച്ചത്. അവർക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണം, അവരെ സെറ്റിൽ ചെയ്യണമെന്നൊക്കെ. പക്ഷെ ഇനി അതില്ല. ഒരു ചില്ലി കാശ് പോലും ഞാൻ കൊടുക്കില്ല. കാരണം കുറച്ചു കാലമെങ്കിൽ കുറച്ചു കാലം അവൾ എന്റെ സ്ഥാനം മോഷ്ടിച്ചെടുത്ത് എന്റെ മോളുടെ അമ്മയെന്ന് പറഞ്ഞു. അത് മാത്രം പൊറുക്കാൻ എനിക്ക് പറ്റില്ല. ഐശ്വര്യ പുറത്തിറങ്ങുന്നത് ദരിദ്രയായിട്ടായിരിക്കും, പരമദരിദ്രയായിട്ട്.